അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് സോയ ചങ്ക്സ് റോസ്റ്റാണ്. സോയ ചങ്ക്സ് വെജിറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ, വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ, എന്നാൽ നോൺ വെജിറ്റേറിയൻ ഒരു സ്വാദിൻ്റെ വൈവിധ്യം അനുഭവിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. അതിലെ ഒരു കാര്യം, കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കാൻ വയ്ക്കുക. ചൂടായി അത് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ഇടും. അതല്ലെങ്കിൽ സോയാ ചങ്ക്സ് നേരിട്ട് ഇതിലേക്ക് ഇട്ട ശേഷം ഇത് തണുത്തിട്ട് അത് പച്ചവെള്ളത്തിൽ കഴുകാം. ഇങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം. പക്ഷേ എനിക്ക് കൂടുതൽ നല്ല തോന്നിയിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയ സോയാ ചങ്ക്സ് ഈ ചൂടുവെള്ളത്തിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഈ സോയാ ചങ്ക്സ് ഇടാം. ഒരു സ്പൂൺ ഉപ്പ് കൂടി പെയ്തിടാം. ഒരു 2-3 സെക്കൻഡ് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കും. അതൊന്ന് എന്താ പറയുക, ആ വെള്ളം ഒന്നുകൂടി ഒന്ന് ബോയിലാവും. ആ ബോയിലാവുന്നതോട് കൂടിയിട്ട് അതൊന്ന് ആ സോൾട്ടൊക്കെ അതിനകത്തേക്ക് ഇതാവിച്ച് ആ പാത്രങ്ങളൊക്കെ മുകളിലേക്ക് പൊന്തി വരും. അത് തിളച്ച ഇതൊക്കെ പൊന്തി വരും. 2 സെക്കൻഡ് ഇതാക്കിയാൽ മതി. അതിന് ശേഷം അത് ഓഫ് ചെയ്യാം. എന്നിട്ട് അത് അവിടെ വെക്കാം. തണുക്കട്ടെ. തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷമാണ് ബാക്കി നമുക്കുള്ള കാര്യം. ഓക്കെ, തണുത്തതിന് ശേഷം വരാം. അപ്പോൾ നമ്മൾ പാചകത്തിലേക്ക് എടുക്കുകയാണ്. സോയ ചങ്ക്സും അതുപോലെ തന്നെ അത് വെച്ചിട്ടൊരു ബീഫ് സ്റ്റൈലിലുള്ളൊരു റോസ്റ്റാണ്. സോയ ചങ്ക്സ് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്നു. അത് നന്നായി പിഴിഞ്ഞ് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ സോയ ചങ്ക്സൊക്കെ ഒന്ന് പകുതിയാക്കിയിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് വലുതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അതൊന്ന് പകുതിയാക്കിയിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല അവിടെ. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: സവോള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിൽ സവോള വേണമെങ്കിൽ ഒഴിവാക്കാം. ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം, അത് മാത്രം. നമ്മുടെ കയ്യിൽ ചെറിയുള്ളി എന്താ നന്നാക്കി എടുക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. പിന്നെ ഉള്ള സാധനം വറ്റൽമുളക്, അതുപോലെ തേങ്ങാക്കൊത്ത്. ഈ തേങ്ങാക്കൊത്ത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ വേപ്പ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി തുടങ്ങിയ സാധാരണ സാധനങ്ങളൊക്കെ തന്നെ. ബാക്കി വഴിയെ പറയാം. നമ്മൾ ആദ്യം ചട്ടി ചൂടാക്കും. അപ്പോൾ ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സാധനം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. ഒരു 2 സ്പൂണ് എണ്ണ ഒഴിക്കുക. അതുകൂടാതെ ഞാൻ 1 സ്പൂണ് നെയ്യ് കൂടി ചേർക്കും. അതൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് നമ്മുടെ തേങ്ങാക്കൊത്ത്
ആദ്യം തന്നെ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കും. ഈ തേങ്ങ കൊത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധമായിട്ടുള്ളൊരു സാധനമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ തേങ്ങ കൊത്തില്ല എന്ന് വെച്ചിട്ട് ഈ കറി മോശമായി പോയോ അല്ലെങ്കിൽ ഈ കറിക്ക് സ്വാദില്ലായ പോയോ ഒന്നുമില്ല. തേങ്ങ കൊത്തിട്ടാൽ കുറച്ചുകൂടി നല്ലത് എന്ന് മാത്രം. അപ്പോൾ അതൊന്ന് ഒന്ന് ഇടയ്ക്ക് 2-3 മിനിറ്റ് വരെ ഇളക്കിയാൽ മതി. കൂടുതൽ ഇളക്കണമെന്നില്ല. കാരണം എന്താണെങ്കിൽ നിങ്ങളുടെ ഉള്ളിയും സാധനങ്ങളൊക്കെ ഇളക്കുന്ന സമയത്തിൻ്റെ കൂടെ ആയിക്കോളും. പിന്നെ ഇതിലേക്ക് വറ്റൽ മുളക് ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു 2 മിനിറ്റ് ഇളക്കാം. പിന്നെ വേണ്ടത് ഒരു ഇതള് വേപ്പിലയാണ്. ഒരു 2 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം അപ്പം എങ്ങനെയുണ്ടോ ആ തേങ്ങയുടെയൊക്കെ നിറം മാറും. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഇഞ്ച് ഒക്കെ ഇഞ്ചി. അതാണ് അതിൻ്റെ കണക്കുള്ളൂ കൂടെ. ഒന്ന് ഇളക്കുക. ഒന്ന് ഇളകിയാൽ മതി. കൂടുതൽ നേരം ഒരു 2-3 സെക്കൻഡ് നേരം ഇളക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് സവോള ഇടാം. ഈ സവോളയും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഇടുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഇത് രണ്ടും നമുക്ക് ഇടുന്നത്, എപ്പോഴാണ് ഉപ്പിടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിർത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ സംശയമുണ്ട്. സവോള ഇട്ട് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സവോള നേരത്തെ അരിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏത്തകളായിട്ട് ഇങ്ങനെ വരുന്നതാണ്. അങ്ങനെ ഏത്തകളായിട്ട് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ സവോള മൂത്തതല്ല, സവോള ചൂടായി എന്നാണ് അർത്ഥം. ആ സമയത്ത് നിങ്ങൾക്ക് ഉപ്പോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയോ ഒക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പോൾ ഇവിടെ സവോളയുടെ ചെറുതായിട്ട് നന്നായി അതൊക്കെ ചെറുതായിട്ട് വന്നു. ആ സമയത്ത് നമ്മുടെ ചെറിയ ഉള്ളി ഇതിനകത്തേക്ക് ഇട്ടു. വീണ്ടും ഇത് ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ സവോളയും ഉള്ളിയും ഒക്കെ ഒന്ന് വഴന്ന് കിട്ടും. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഉപ്പിടും. ഉപ്പിടുമ്പോൾ നമുക്ക് കറിക്കൊക്കെയുള്ള ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പിൻ്റെ പ്രശ്നം നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് 1 സ്പൂൺ ഉപ്പ് ഞാനെടുത്തു. വീണ്ടും നന്നായി ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ഉള്ളി വരണം. എങ്കിലാണ് ശരിയായി മുക്കുക. നമുക്കിത് മൂത്ത് കുഴയൊന്നും വേണ്ട. ഗോൾഡൻ ബ്രൗൺ വന്നാൽ അതിനേക്കാൾ കൂടുതൽ മൂക്കണമെന്നൊന്നുമില്ല. ഞാൻ ഗോൾഡൻ ബ്രൗൺ വന്നിട്ട് വീണ്ടും വരാം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് ഒക്കെ വന്നു തുടങ്ങി. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കും മുമ്പ് തീ മാക്സിമം കുറച്ച് വയ്ക്കുക. കാരണം എന്തിനാ പൊടികൾ ചേർക്കുമ്പോൾ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തീ കഴിയാവുന്നത്ര കുറച്ച് വയ്ക്കുക. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അധികം വേണമെന്നില്ല. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി.
ഇതിട്ട ശേഷം പതിയെ ഒന്ന് ഇളക്കും. കാരണം ഈ മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വരും. അതിൽ കുറച്ച് സമയമെടുക്കുമെന്നുള്ളത് മാത്രമല്ല, അത് മൂത്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ സ്വാദ് വരും. അപ്പം അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 2 സ്പൂൺ ബീഫ് മസാല. ഇതിനൊരു ബീഫിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ബീഫ് മസാല ഇടുന്നത് നന്നായിട്ട് നിർബന്ധമുള്ള കാര്യമല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഗരം മസാല, മുളക് പൊടി ഇടുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. രണ്ടാമത്, ഇവിടെ നമ്മൾ വറ്റൽമുളക്, കുരുമുളക്, പച്ചമുളക് എന്നിങ്ങനെ പല സാധനങ്ങൾ ഇതിനകത്ത് ചേർക്കുന്നു. അപ്പോൾ എരിവ് കൂടാതെയും നോക്കണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എരിവ് അത്രയധികം ഇഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല. അപ്പം അതുകൊണ്ട് അതനുസരിച്ചിട്ട് മുളക് നോക്കി ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതൊന്ന് മൂത്ത് വരണം. നേരത്തെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് ഇളക്കിയതുകൊണ്ട് നോക്കാനധികം സമയം എടുക്കില്ല. ഇതിലിപ്പോൾ ഈ മസാലയും ചിക്കൻ മസാലയും മാത്രമാണ്, ബീഫ് മസാലയും മാത്രമാണ് ഒന്ന് മൂക്കാനെടുക്കുന്ന സമയമുള്ളത്. മുളക് പൊടി പെട്ടെന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരും. ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തക്കാളി ഉണ്ടെങ്കിൽ ഇടാം. തക്കാളി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിടണമെങ്കിൽ ഇടാം. നിർബന്ധം വയ്ക്കുക. നിങ്ങൾക്ക് തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സ്, നേരത്തെ കഴുകി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് നന്നായി ഈ മസാല സോയ ചങ്ക്സിൻ്റെ മുകളിൽ എല്ലാ സ്ഥലത്തും എത്തണം. അപ്പം അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കുക. ഇളക്കി ഇത് മുഴുവൻ അതിൻ്റെ മുകളിൽ പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് അല്പം, അധികമൊന്നും വേണ്ട, ഒരു കപ്പൊക്കെ മതി, വെള്ളം ഒഴിക്കുക. ഒന്നുകൂടി ഒന്ന് ഇളക്കുക. അടച്ചു വയ്ക്കുക. ഒരു 3-4 മിനിറ്റ്. അത് കഴിയുമ്പോഴേക്കും ആ വെള്ളം ഒന്ന് തിളയ്ക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് ചെയ്യും. അപ്പോൾ വീണ്ടും നമ്മൾ തുറക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വെള്ളം
മുഴുവനായിട്ടും വറ്റിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഒരു ഫുൾ റോസ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ വെള്ളം മുഴുവനായിട്ട് വറ്റിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ കുറച്ച് വെള്ളമുള്ളതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിൽ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. ഇത് വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റിച്ച് വീണ്ടും ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും ബീഫ് പോലെ തന്നെ കറുത്ത് ബീഫ് ഫ്രൈ പോലെയായിട്ട് വരും. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സ്പൂൺ കുരുമുളക് പൊടി വെതറുക. ഇളക്കിയ ശേഷം ഒരു 3 പച്ചമുളക് നെടുകയൊക്കെ എറിയത് ഇടുക. ഒരു തണ്ട് വേപ്പില, നേരത്തെ പോലെ തന്നെ ഒരു തണ്ട് വേപ്പില കൂടി വെതറുക. നന്നായിട്ടൊന്ന് ഇതാക്കുക. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് വേണമെങ്കിൽ ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഈ സമയത്ത് ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല, അപ്പം അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒരു 1/2 സ്പൂണ് നെയ്യ് ചേർക്കും. നെയ്യിനേക്കാൾ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. ഞാൻ ഇതായിട്ട് പറയുന്നില്ല. സ്വാദ് വെളിച്ചെണ്ണ ചേർക്കുന്നത് തന്നെയാണ്. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത ശേഷം ചേർക്കാം. നെയ്യാണെങ്കിൽ ഓണായിരിക്കുന്ന സമയത്ത് തന്നെ ചേർക്കാം. ഒന്ന് ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സോയ ചങ്ക്സ് റോസ്റ്റ്. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാം. ചപ്പാത്തിയുടെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.